നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ ലുലു മാളിൽ ഫ്ലവർ ഷോ നടക്കുന്ന കാര്യം? ഇന്നിപ്പോൾ ഏതായാലും ഞായറാഴ്ചയല്ലേ, നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് അവിടെ ഫ്ലവർ ഷോയിൻ്റെ. വീട്ടിൽ നിന്ന് അധിക ദൂരമൊന്നുമില്ല ലുലു മാളിലേക്ക്. മാളിൻ്റെ ഉള്ളിലും ഉണ്ട് ഫ്ലവർ ഷോയും അത് വിൽപ്പനയും ഉണ്ട്. ഇതിപ്പോൾ മാളിൻ്റെ പുറത്തുള്ളതാണേ. ഓരോ ചെടീൻ്റെ സെക്ഷനിലും അതിൻ്റെ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അടീനിയത്തിൻ്റെ വിലയൊക്കെ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എനിക്ക് ഉമ്മേച്ചി എത്രയാ അടീനിയം വെറുതെ തന്നത്. ഇത്രയും നല്ല കോഡെക്സ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും 7500 രൂപയൊക്കെയാണ് ഓരോന്നിൻ്റെ വില. എനിക്കിങ്ങനെ ചെറിയ ചെടി വാങ്ങി അതിനെ വളർത്തി വലുതാക്കി എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോഴാണ് നമുക്കതിൽ ഓരോ ഇല വരുന്നതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. മാമൻ്റെ വീട്ടിൽ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്കുള്ള ചെടി കിട്ടുകയാണെങ്കിൽ അതും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ പുറപ്പെട്ടത്. ഇപ്പം എവിടെ നോക്കിയാലും ബോഗൺവില്ലയാണ്. എനിക്കാണെങ്കിൽ ബോഗൺവില്ല അത്ര ഇഷ്ടമില്ല. എല്ലാ സമയത്തും പൂവുണ്ടാവില്ലല്ലോ, അതാണ്. സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ചെടി ഇങ്ങനെ ഒരുമാതിരി കമ്പ് മാത്രമായിട്ട് നിൽക്കും. ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ചെടികളുണ്ട്. ഇതിനെത്രയാണെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കണ്ട. എല്ലാത്തിനും വില അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് വേഗം വായിച്ച് മനസ്സിലാക്കാം. റോസിനൊക്കെ 40 തോന്നുന്നു സ്റ്റാർട്ടിങ്. 30 രൂപയ്ക്ക് റോസൊക്കെ കിട്ടാനുണ്ട്. റോസുകളോട് എനിക്ക് കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടുന്ന് വാങ്ങാൻ വിചാരിക്കുന്നില്ല. ഇങ്ങനെ കുറേ ചെടികൾ വാങ്ങിക്കൂട്ടിയാൽ മാത്രം പോരല്ലോ, അതിന് നല്ലോണം വെള്ളവും വളവും ഒക്കെ കൊടുത്തിട്ട് വേണ്ടേ വളർത്തിയെടുക്കാൻ. കുറേ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടുപോകായിരുന്നു. ഞാനിപ്പോൾ ഇതിങ്ങനെ ആൾക്കാരില്ലാത്ത സൈഡിൽ കൂടി പോയിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. ശരിക്കും നല്ല തിരക്കുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇന്ന് തന്നെയാണ് മറൈൻ ഗ്രൗണ്ടിലെ ഫ്ലവർ ഷോയും കഴിയുന്ന ദിവസം. ഇത്രയും മുളകുള്ള മുളക് ചെടിക്കൊക്കെ 40 രൂപയേ ഉള്ളൂ. പച്ചക്കറി ആയിട്ടിപ്പോൾ ഞാൻ ഈ മുളക് മാത്രമേ ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളൂ. ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ മിക്സഡ് ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം ഇതിൽ കാണുന്ന വെള്ള ഇലച്ചെടിയില്ലേ, അതിന് 1200 രൂപയുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ അത് കാണാൻ. ബോർഡറൊക്കെ ആയി സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടിയാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഏതായാലും 2 ചെടി വാങ്ങി. ഇത് നമുക്ക് ബോൺസായി ഒക്കെ ആയി വളർത്താൻ പറ്റുന്ന ജെയ്ഡ് വൈൻ എന്ന് പറയുന്ന ചെടിയാണ്. കടയിൽ ഇതിന് 80 രൂപയൊക്കെ ഉണ്ട്. ഇവിടെ ഇതിനാകെ 30 രൂപയായിട്ടുള്ളൂ. നമുക്കിതിന് നല്ലൊരു ചട്ടിയിലൊക്കെ ആക്കിയിട്ട് ബോൺസായി ആക്കാൻ ശ്രമിച്ചു നോക്കാം. അതുകൂടാണ്ട് ഞാൻ ഈ മാവും കൂടി വാങ്ങിയിട്ടോ. 3 വർഷം കൊണ്ട് കായ്ക്കുന്നതാണ് അവർ പറഞ്ഞത്. കുഞ്ഞുവിന് 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇതിൽ നിന്നൊരു മാങ്ങ കിട്ടുമായിരിക്കും. നിലത്ത് നടാൻ ഇവിടെ സ്ഥലമില്ല. നമുക്കൊരു ഡ്രമ്മ് വാങ്ങി അതിൽ വേണം നട്ടു വെക്കണമെങ്കിൽ. നന്നായി വളമൊക്കെ ഇട്ടിട്ട് നട്ടാൽ 3 വർഷമൊന്നും വേണ്ട, അതിന് മുന്നേ കായ് കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ നാളത്തെ പണി ഇതൊക്കെയാണ്. എന്നാൽ പിന്നെ ശരി.